ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ആല പനങ്ങാട് സാഹിബിന്റെ പള്ളിയിലെ ആണ്ടുനേർച്ചയ്ക്ക് സമാപനം. ആല പനങ്ങാട് സാഹിബിന്റെ പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി സാഹിബ് ഉപ്പാപ്പ തങ്ങളുടെ ആണ്ടുനേർച്ച സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ നടന്ന നസ്വീഹത്തിന് മുഹമ്മദ് സഹൽ ഫൈസി നേതൃത്വം നൽകി. ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ ഒരൊറ്റ രാവ് കൊണ്ട് ഇല്ലാതാക്കപ്പെട്ടവരും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിലെത്താൻ കഴിയാത്തവരും ഇന്ന് വയനാട്ടിലെ പ്രിയ സഹോദരങ്ങളാണെങ്കിൽ നാളെ നമ്മളാണ്. ഈ ചിന്ത മനുഷ്യ മനസ്സിൽ ഉണർത്തുന്ന ഒരു വർത്തമാന സാഹചര്യത്തിൽ മഹാന്മാരുടെ മദഹിന് വേണ്ടി ഒത്തുകൂടിയതിന് എന്ത് പ്രാധാന്യമുണ്ട് എന്നതിലേക്കുള്ള ഒരു ലഘു വിചാരണയിലേക്കാവട്ടെ നമ്മുടെ ഈ സംഗമം, നമ്മുടെ സംസാരം. നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അങ്ങനെ ചെയ്യാൻ എത്ര വലിയ സാങ്കേതിക മികവുകൾ ഉണ്ടായിട്ടും മണ്ണിനടിയിൽ ചെളിയിൽ കൂട്ടുകിടക്കുന്ന ശരീരത്തെ കണ്ടെത്താൻ മനുഷ്യന്റെ പരമാവധി പരിശ്രമത്തിന്റെ അറ്റത്ത് നിൽക്കുമ്പോഴും ഏറെ വൈകുന്നു എന്ന യാഥാർത്ഥ്യം വാർത്താ മീഡിയകൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരാണ്. സാങ്കേതികമായ മികവ് അള്ളാഹു തന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കാരുണ്യത്തിന്റെ ഇടപെടൽ നിരന്തരം നമ്മളിൽ നടത്തുന്നു എന്നതും ഈ ദുരന്തത്തിന്റെ സമാന്തരമായി തന്നെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ ഭീതിജനകമായ അവസ്ഥയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലിന്റെ രൂപത്തിലും പ്രളയത്തിന്റെ രൂപത്തിലും എങ്ങോ പണ്ട് കേട്ടുകേൾവിയിലും വായനയിലും കഥ പറഞ്ഞോടത്തും കാതുകൂർപ്പിച്ച് കേട്ടിരുന്ന ചെറിയ ചെറിയ ചരിത്ര ശകലങ്ങളിലുമൊക്കെ ഒരു പ്രളയം എന്നൊക്കെ ആ വാക്ക് തന്നെ ഉച്ചരിക്കൽ വളരെ കുറവായിരുന്നു. 2018 അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷികളായി നമ്മൾ മാറുമ്പോൾ അത് അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് തീരുമാനിക്കാൻ നമ്മുടെ മനസ്സിന് കഴിയുന്നില്ല. അത് ആവർത്തിക്കുന്ന ഒരു അനുഭവമാവുന്ന അവസ്ഥയിലേക്ക് പ്രളയവും അനന്തരം പ്രകൃതിക്ഷോഭങ്ങൾ, കുഴിച്ചിട്ട ബോംബുകൾ എവിടെ എന്നറിയാതെ നിശബ്ദമായി നമ്മുടെ ചുറ്റുപാടിലും പലതും ഈ ഭൂമിയെ തകർക്കാൻ, ജീവിതത്തിൽ കച്ചു തകർക്കാൻ, സ്വപ്നങ്ങളെ എടുത്തെറിയാൻ ഏത് സമയവും ഏത് രൂപത്തിലും ദുരന്തങ്ങൾ പെയ്തിറങ്ങും എന്ന ഒരവസ്ഥയിൽ ഭീതിജനകമായ ഒരു സഞ്ചാരമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. തുടർന്ന് മുനവർഷ മൗലീദ് പാരായണം നടന്നു. ശേഷം നടന്ന അന്നദാനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രസിഡന്റ് നൌഷാദ് ചെളിങ്ങാട്ട്, സെക്രട്ടറി ഷാഹുൽ ഹമീദ് കണ്ണംകുളം, ഗജാഞ്ചി ഹമീദ് വൈപ്പിപ്പാടത്ത് എന്നിവർ നേതൃത്വം നൽകി.